ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. സിംഗുകണ്ടത്ത് വീടിനു നേരെയാണ് ആന ആക്രമണം നടത്തിയത്. കുന്നമാക്കൽ മനോജ് മാത്യുവിന്റെ വീട് ഇടിച്ചു തകർക്കാൻ ശ്രമിച്ചു. ആനയെ തുരത്തുവാനുള്ള ശ്രമം തുടരുകയാണ്. ജെയിൻ എസ് രാജുണ്ട് വിവരങ്ങളുമായി. ജെയിൻ, നിരന്തരം ചക്കക്കൊമ്പന്റെ ആക്രമണം ഈ പന്നിയാറിലും സിംഗുകണ്ടം മേഖലയിലും ഒക്കെ ഉണ്ടാകുന്നു. കൃഷി നശിപ്പിക്കുന്നു, റേഷൻ കട തകർക്കുന്നു. ഇപ്പോൾ ഒരു വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴും ആന പ്രദേശത്ത് ഉറപ്പിച്ചിരിക്കുകയാണോ? കാട് കയറ്റുവാനുള്ള ശ്രമം ഏതുവരെയായി? സന്ധ്യ, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായി സിംഗുകണ്ടം മേഖലയിൽ ചക്കക്കൊമ്പൻ ഭീതി വിതയ്ക്കുകയാണ്. ഇന്ന് 4 മണിയോടുകൂടിയാണ് മനോജ് എന്ന് പറയുന്ന സിംഗുകണ്ടത്ത് താമസിക്കുന്ന ആളുടെ വീട് ആനയുടെ ആക്രമണത്തിൽ തകർന്നത്. പെട്ടെന്ന് വന്ന് CCTV ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം, പെട്ടെന്ന് വന്ന് ആന വാതിൽ തകർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഉടനെ തന്നെ പിന്തിരിഞ്ഞ് പോവുകയും ചെയ്തു. പക്ഷേ ഈ പെട്ടെന്നുള്ള ഈ ആക്രമണത്തിൽ വീടിന്റെ വാതിൽ തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടിന്റെ സീലിംഗ്, ഭിത്തിക്ക് വിള്ളൽ ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഇതേപോലെ തന്നെ ഈ പ്രദേശത്തുകൂടി ഈ ചക്കക്കൊമ്പൻ വന്നിരുന്നു. അന്ന് പക്ഷേ യാതൊരു ആക്രമണത്തിനും മുതിരാതെ കടന്നു പോവുകയാണ് ഉണ്ടായത്. ഇത് ഒരുപക്ഷെ ഇതിനു മുമ്പ് പലതവണ അവിടെ ചക്കക്കൊമ്പൻ എത്തി ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിന്റെ എതിർദിശയിലുള്ള കടകളൊക്കെ ഇതിനു മുമ്പ് തകർത്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ചക്കക്കൊമ്പൻ. പ്രത്യേകിച്ച് ഇതിന് സമീപത്താണ് 301 കോളനി. സിംഗുകണ്ടം 301 കോളനി മേഖലയിൽ തന്നെയാണ് ചക്കക്കൊമ്പനുള്ളത്. എന്തായാലും RRT സംഘം സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ശരി ജെയിൻ, ആന സിംഗുകണ്ടം മേഖലയിൽ തന്നെ തുടരുകയാണ്. മനോജ് മാത്യു എന്ന ആളുടെ വീടാണ് ഇടിച്ചു തകർക്കാൻ ശ്രമിച്ചത്. ജെയിൻ എസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്.